സച്ചി പറയും, അച്ഛാ ഞാൻ വേറൊരു കഥ പറയാമെന്ന് പറയും. അച്ഛൻ പറയും, ഞാൻ ഈ കഥ കേൾക്കാൻ പറ്റിയ മൂട്ടിലൊന്നല്ല എന്ന് പറയും. സച്ചി പറയുന്നാൽ ഞാൻ ഒച്ച കുറച്ച് പറയാമെന്ന് പറയും. എന്നിട്ട് സച്ചി കഥ പറയാൻ തുടങ്ങാണ്. ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ്. ശ്രുതി അമ്മയുടെ അടുത്ത് കിടക്കാൻ വരുമ്പോൾ ശ്രുതി പറയും, ഞാൻ വേണേൽ താഴെ കിടക്കാമെന്ന് പറയുമ്പോൾ അമ്മ പറയും, അതൊന്നും വേണ്ട, നീ ഇവിടെ മേലെ കിടന്നാൽ മതി, നീ താഴെ കിടന്നാൽ താഴെയുള്ളവരൊക്കെ വന്ന് മേലെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിയെ അപമാനിക്കുകയാണ്. സച്ചി പിന്നെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കടാന്നൊക്കെ പറയും. അച്ഛനാണെങ്കിൽ ഉറങ്ങി കൂർക്കം വലിക്കുകയാണ്. അപ്പുറത്ത് ഉറങ്ങുമ്പോൾ അമ്മയുടെ കൂർക്കവലി കാരണം ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രുതി ആൻറ്റീന്നൊക്കെ വിളിക്കുമ്പോൾ ഉറക്കത്തിൽ അമ്മ കൈ തട്ടി മാറ്റുകയാണ്. സച്ചിയാണെങ്കിൽ അപ്പോഴും കഥ പറച്ച് നിർത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ കൂർക്കം വലിക്കേ. ഇതിൻ്റെ ഇടയിൽ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റാതെ എണീരിക്കുകയാണ് അവിടുന്ന്. ശ്രുതി അമ്മയുടെ കൂർക്കം വലി നിർത്താൻ വേണ്ടിയിട്ട് തലേണൊക്കെ എടുത്ത് വെക്കാൻ നോക്കും മുഖത്ത്. അമ്മ അതൊക്കെ തട്ടിക്കളയും. ഇനിയിപ്പോൾ താഴെ പോയി കിടക്കാം, വേറെ വഴിയില്ലാന്ന് പറഞ്ഞ് ശ്രുതി ആ റൂമിൽ നിന്ന് പായയും തലേണൊക്കെ ആയിട്ട് വരുമ്പോൾ പുറത്തിരിക്കുകയാണ് ശ്രുതി. ശ്രുതിയെ കാണുമ്പോൾ ശ്രുതിയൊക്കെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, നിങ്ങളുടെ അമ്മയുടെ കൂർക്കവലി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണെങ്കിൽ പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയും. ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, സച്ചി ഓരോ കഥകൾ പറഞ്ഞിട്ട് ഉറങ്ങാൻ വിടുന്നില്ല, അവൻ മനഃപൂർവ്വം ചെയ്യുന്ന ഇതൊക്കെ എന്ന് പറയും. ശ്രുതി പറയും, ഇത് ശരിയാവില്ല, ഇനി എന്നും എവിടെ കിടക്കാൻ എന്നെ കിട്ടില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറയും. അങ്ങനെ ശ്രുതിയും കൂടെ ഡൈനിങ് ഹാളിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. സച്ചി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാണ്. അമ്മയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ കുത്തിരിക്കുന്നുണ്ട്. രേവതി വയ്യാതെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് താഴോട്ട്. അമ്മ രേവതിയോട് ചോദിക്കും, നീ മൂടി പൊച്ച് കിടത്തുറങ്ങിയാൽ ഇവിടെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൻ്റെ വീട്ടുകാരെ വരുമെന്ന് ചോദിക്കും. ഇവിടെ മറ്റുള്ളവർക്ക് ജോലിക്കൊന്നും പോകണ്ടേ? രേവതി പറയും, എനിക്ക് വയ്യമ്മേ, എനിക്ക് നല്ല പനിയുണ്ട്, അതാ എണീക്കാൻ വൈകിയെന്നൊക്കെ. അമ്മ പിന്നെയും രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്താം. അച്ഛൻ വരുമ്പോൾ രേവതി പറയും, എനിക്ക് തീരെ വയ്യാന്ന് പറയും. അപ്പോഴേക്കും ശ്രുതിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തും. അപ്പോൾ അമ്മ പറയും, ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവൾ പനിയാണെന്ന് പറഞ്ഞ് മടിച്ച് നിൽക്കാമെന്നൊക്കെ പറയും. സച്ചി അടുക്കളയിൽ നിന്ന് വരും, ഒരു തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട്. എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ സച്ചി പറയും, രേവതിക്ക് പനിയല്ലേ, അതുകൊണ്ട് അവൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കുകയെന്ന് പറയും. ശ്രുതി പറയും, ഞാൻ ബിസിനസ് മാനാണ്, രാവിലെ എന്തേ കഴിച്ചില്ലെങ്കിൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറയും. സച്ചി പറയും, എന്നാൽ നിൻ്റെ ഭാര്യയോട് പറയും ഇട്ടാക്കി തരാമെന്ന് പറയും. ശ്രുതി അറിയും, ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് രേവതിയുടെ അല്ലായിരിക്കും. ഓ അങ്ങനെയാണോ, അവളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണോ എന്നൊക്കെ ചോദിക്കും. വർഷ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ച് അവിടേക്ക് വരുമ്പോൾ അമ്മ പറയും, ഇവളിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. വർഷ രേവതിയെ തൊട്ട് നോക്കിയിട്ട് പറയും, അയ്യോ നല്ല ചൂടുണ്ടല്ലോ, പനി മാറിയിട്ടില്ലല്ലേ, എന്തിനാ രേവതി ചേച്ചി ഇപ്പോൾ എണീറ്റ് വന്നത്, കുറച്ച് നേരം കൂടി കിടന്നൂടെ എന്നൊക്കെ ചോദിക്കും. അമ്മ പറയും, അവൾ ഇത്രയും നേരം റെസ്റ്റ് എടുക്കായിരുന്നല്ലോ, നീ ഇനി ഇത് പറഞ്ഞ അവൾ വൈകുന്നേരം വരെ കിടന്നുറങ്ങുമെന്ന് പറയും. ശ്രീകാന്ത് ചോദിക്കും, അതിനെന്താ എടുത്ത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. വർഷം പറയും, രേവതി ചേച്ചി ഇതുവരെ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വയ്യാത്തതുകൊണ്ടാണ് ചേച്ചി പോയിട്ട് കിടക്കുമെന്ന് പറയും. അച്ഛൻ പറയും, വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവർക്ക് ഉണ്ടാക്കാമല്ലോ, അല്ലെങ്കിൽ എന്താ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവർക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറയും. വർഷം പറയും, അയ്യോ എനിക്കൊന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെഫിനെ തന്നെ കല്യാണം കഴിച്ചതെന്ന് പറയും. ശ്രീകാന്ത് ഇത് കേട്ടിട്ട് നീ അതോട്ടാണ് കല്യാണം കഴിച്ച് ചോദിക്കും. വർഷം പറയും, അതൊട്ടും കൂടിയാണെന്ന് പറയും. വർഷം പറയും, ഞങ്ങൾ ഏതായാലും ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അവരിറങ്ങും. സച്ചി പറയും, ശ്രുതി ഉണ്ടാക്കട്ടെ എന്ന്, ഒരു ഉളുപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇത് കേട്ടിട്ട് ശ്രുതി പറയും, അയ്യോ അങ്കിളെ എനിക്കിപ്പോൾ ടൈമില്ല, ഒരു ക്ലൈൻറ്റിനെ പെട്ടെന്ന് തന്നെ കാണാനുണ്ടെന്ന് പറയും. അമ്മ ശ്രുതിയോട് പറയും, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ നിൽക്കുന്നത് പറയും. പക്ഷെ അവർ പറയും, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ പോകും. രേവതിയുടെ വിഷമം ഇങ്ങനെ പറയും. സച്ചി അച്ഛനോട് പറയും, ഇനി മുതൽ അച്ഛനുള്ളതും കൂടി രേവതി ഉണ്ടാക്കും, ഇവർക്കൊക്കെ വേണ്ടത് അവർ സ്വന്തം ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറയും. രേവതി അടുക്കളയിൽ പോയിട്ട് പണിയെടുക്കുന്നത് കാണുമ്പോൾ സച്ചി വന്നിട്ട് പറയണേ, ഇതൊക്കെ എന്തിനാ ഈ സമയത്ത് നീ ചെയ്യുന്നത്, അതൊക്കെ അവർ ചെയ്തോട്ടെ എന്ന് പറയും. സച്ചി പറയും, ഇവിടെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അച്ഛൻ കഴിച്ചോളൂ, നീ വേഗം ഒരുങ്ങ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും.